Welcome to IASSEP. Today we will discuss the self-assessment test of PRELIMSMART 2023. So I hope the exam was okay for everyone. So let's start with the solution. So first one, which among the following flower is used in the logo for India's upcoming G20 presidency? So നമ്മളെല്ലാവരും കറണ്ട് അഫയേഴ്സിൽ കണ്ട ടോപ്പിക്ക് തന്നെയാണ്. ഇന്ത്യയുടെ G20 പ്രസിഡൻസി വരുന്നുണ്ട്. സോ ഇന്ത്യ വെബ്സൈറ്റും ആപ്ലിക്കേഷനെല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആ G20യുടെ ലോഗോയിൽ ഇന്ത്യ ഏത് ഫ്ലവറാണ് യൂസ് ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്. സോ മോസ്റ്റ്ലി ദേ ഹാവ് ഗിവൻ എന്താ സയൻറ്റിഫിക് നെയിംസ് ആണ് തന്നിട്ടുള്ളത്. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ സയൻറ്റിഫിക് നെയിം. സോ ഈസി ക്വസ്റ്റ്യൻ ആണ്. ലോഗോ ഇന്ത്യയുടെ അപ്കമിങ് G20 പ്രസിഡൻസി. സോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മോസ്റ്റ്ലി ഇന്ത്യ യൂസ് ചെയ്യുന്നെങ്കിൽ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി എന്താണ് ലോട്ടസ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിലൊന്ന് വച്ചേക്കുക. ദെൻ ഗോ വിത്ത് ദ ഓപ്ഷൻസ്. സോ ഓപ്ഷൻ സി നോക്കുക, ജാസ്മീനിയം. ഓപ്ഷൻ ഡി ലിലിയം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇറ്റ് വിൽ ബി ലില്ലി ആൻഡ് ജാസ്മിൻ, റൈറ്റ്? സോ അതെന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി വി ക്യാൻ ക്യാൻസൽ ബോത്ത് ദോസ് ഓപ്ഷൻസ്. ദെൻ വി ഹാവ് ഓപ്ഷൻ എ നെലുംബോ നുസിഫെറ ആൻഡ് ഓപ്ഷൻ ബി ഹീലിയാന്തസ്. സോ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. സോ നമ്മൾ എന്തെത്തി, നമ്മൾ ക്ലാസ്സിൽ പറയുന്നത് പോലെ എന്താണ് 50-50 ഓപ്ഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ 50-50 ഓപ്ഷനിൽ റീച്ച് ആയിട്ടുണ്ടെങ്കിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കത് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. സോ ഹിയർ വിൽ ഗോ വിത്ത് എന്താണ്, ഇത് രണ്ടിൽ നോക്കുമ്പോൾ റിസ്ക് എടുക്കുക. എന്താണ് ഉത്തരം, എന്താണ് എ ആണ്, നെലുംബോ ലൂസിഫർ. എന്താണ്, ഇറ്റ് ഈസ് ലോട്ടസ്. സോ മോസ്റ്റ്ലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഫ്ലവറിനെ പറ്റി അറിയില്ലെങ്കിൽ നമുക്കറിയാം ഇന്ത്യയുടെ എന്താണ് നാഷണൽ ഫ്ലവർ ആണെന്ത് ലോട്ടസ്. സോ ലോട്ടസ് ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ വി ക്യാൻ എലിമിനേറ്റ് സി ആൻഡ് ഡി. സോ ആ ഒരു മെത്തേഡ് വഴി വിൽ റീച്ച് 50-50 ഓപ്ഷൻ. ദെൻ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക ആൻഡ് വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതെന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു സ്ട്രീറ്റ് ലൈറ്റിംഗ്, ഹൗ ഡു സോഡിയം ലാംപ്സ് ഡിഫർ ഫ്രം LED ലാംപ്സ്? So this straightforward PYQ ആണ്. First statement, sodium lamps produce light in the 360 degrees but it is not so in the case of LED lamps. So നമുക്ക് ആ ഫാക്റ്റ് അറിയില്ല. ദെൻ എന്താ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവുക. ആസ് സ്ട്രീറ്റ് ലൈറ്റ്സ് sodium lamps have longer lifespan than LED lamps. അങ്ങനെയല്ലല്ലോ അല്ലേ? കാരണം നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പുതിയ സ്കീംസ് ആയാലും LED ലാമ്പിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ പറയുന്നത്, റൈറ്റ്, ലൈഫ്. അതിനെന്താണ് എക്സ്ട്രാ ലൈഫാണ് അല്ലെങ്കിൽ ലോങ്ങർ ലൈഫാണ്. അതുകൊണ്ടാണ് എന്ത് നമ്മൾ LED ലൈറ്റ് എന്ത് ചെയ്യുന്നത് കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ തന്നെ വീട്ടിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന LED ലാമ്പ് അതിൻ്റെ ലൈഫ് കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ബേസിക് നോളജാണ്. അത് അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വി ക്യാൻ ക്യാൻസൽ. ദെൻ വി ക്യാൻസൽ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി വിൽ ഗോ, റൈറ്റ്? ദെൻ എന്തുണ്ട്, നമുക്ക് ഓപ്ഷൻ എയും ഉണ്ട് ഓപ്ഷൻ സിയും ഉണ്ട്. ഇവിടെ എന്തെത്തി 50-50 ഓപ്ഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ബിക്കോസ് എന്താണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി എയിലും സിയിലും ഉണ്ട്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നമ്മൾ കൺഫ്യൂസ് ആകേണ്ട കാര്യമില്ല. ദെൻ റിഗാർഡിംഗ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, sodium lamps produce light in the 360 degrees but it is not so in the case of LED lamps. അപ്പോൾ നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്യുക 360 ഡിഗ്രീസ് എങ്ങനെയാണ്, 180 ഡിഗ്രി എങ്ങനെയാണ്. ഓക്കെ, നമ്മൾ മോസ്റ്റ്ലി എന്താണ് 360 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും. ആക്ച്വലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അതെങ്ങനെ തിങ്ക് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് ഞാൻ പറയുന്നത്. 360 ഡിഗ്രിയാണ്, എല്ലാ ഡയറക്ഷനിലും പോകും. സോ എല്ലാ ഡയറക്ഷനിലും പോകുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് എന്താണ്, നമുക്ക് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വരണം. സോ എന്താണ്, വി വിൽ നീഡ് അഡീഷണൽ ഡിവൈസസ് ടു റീഡയറക്ട് ദ ലൈറ്റ്. ലൈറ്റിനെ ഡയറക്റ്റ് ചെയ്യാൻ അഡീഷണൽ ഡിവൈസസ് ആണ്. പക്ഷേ LED എന്താണ് ഡയറക്ട്ലി 180 ഡിഗ്രിയാണ്. സോ അത് കുറച്ച് ഫാക്ച്വലാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ 50-50 ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ ദിസ് ഇസ് ഓൾസോ എൻ ഈസി ക്വസ്റ്റ്യൻ ആൻഡ് ഓൾസോ എ ഡയറക്റ്റ് PYQ. Moving to the next question, third one, which of the statement is are correct regarding the role of Gramini in pre-Mauryan times? So പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് അറിയാൻ പറ്റും, ഗ്രാമിണി, റൈറ്റ്? സോ ഗ്രാമിണി എന്നൊരു നെയിമിൽ നിന്ന് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ഗ്രാമം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ആവും. ദെൻ റീഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഹി വാസ് എ ഹെഡ് ഓഫ് ദ റൂറൽ അഡ്മിനിസ്ട്രേഷൻ. സോ ഇവിടെ എന്തുണ്ട്, റൂറൽ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
we can correlate, right? So first statement എന്താണ്? It's a kind of general statement, so one can be correct. And the second statement, he assessed and collected taxes from the villagers. So ഇതെന്താണ്? ഒരു ഇമ്പോർട്ടൻറ്റ് ഹെഡാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി. അതുകൊണ്ടാണ് UPSC ക്വസ്റ്റ്യൻ കൂടെ വന്നത്, അല്ലേ? നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ അത്രയും അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് വരാൻ ചാൻസ് ഇല്ല. സോ എന്താണ്, ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്, സോ റൂറൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡാണ്, സോ ഓട്ടോമാറ്റിക്കലി എന്തും വരാം, he can assess, collect and tax, right? Then going to the third statement, he was responsible for maintaining law and order in their locality. So എന്താണ്, ദാറ്റ്സ് ഒബ്വിയസ് റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്, ഒരു ഹെഡാണ്, വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡാണ്, ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്താണ്, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കൈൻഡ് ഓഫ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഫാക്ടേഴ്സും ഒരു സ്റ്റേറ്റ്മെൻറ്റിലും കാണുന്നില്ല. സോ എന്താണ്, ദ ആൻസർ ഈസ് 1, 2 and 3. So option D is the right answer. Okay. So moving to the fourth question. So polity question. Consider the following statement with reference to rights. Rights നെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ്, സിവിൽ റൈറ്റ്സ് ഗിവ് ദ ഇൻഡിവിജ്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. പൊളിറ്റിക്കൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ് ലൈഫ് ആൻഡ് ലിബർട്ടി. And then social rights enable marginalized section to participate in the process of governance. So ഇവിടെ keywords എന്തൊക്കെയാണ്, we have civil rights, political rights and social rights. So ഈ മൂന്നിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. So എന്താണ് ഡയറക്ഷൻ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സോ ഇങ്ങനെ ഇൻകറക്റ്റ് എന്നുള്ളൊരു പോർഷൻ നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ 3 കീവേഡ്സ് നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് യു ഹാവ് ടു തിങ്ക് ഇവരെന്താണ്, ജംബിൾഡ് ആയിട്ടാണോ തന്നിരിക്കുന്നത്, ഒന്ന് തിങ്ക് ചെയ്യുക. സോ ഇങ്ങനത്തെ എന്തെങ്കിലും ടേംസ് വന്നിട്ട് ഓരോ ടേംസിനും പിന്നെ ഡെഫിനിഷൻ അല്ലെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്, അങ്ങനെ ഒരു ട്രാപ്പ് വരാം. സോ അതെന്ത് ചെയ്യുക, അങ്ങനെ ഒന്ന് തിങ്ക് ചെയ്യുക. സോ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. സോ സോഷ്യൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ്, സിവിൽ റൈറ്റ്സ്. സോ സോഷ്യൽ റൈറ്റ്സ് നമ്മൾ പൊതുവേ മെയിൻസിനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഫ്രെയിം വർക്കിൽ സോഷ്യൽ റൈറ്റ്സിൽ വാട്ട് ആൾ വി ഇൻക്ലൂഡ് എഡ്യൂക്കേഷൻ, വി ഇൻക്ലൂഡ് ഹെൽത്ത് ആൻഡ് ഓൾസോ എംപ്ലോയ്മെൻറ്റ്സ്. അങ്ങനെ എന്ത് ചെയ്യും, അങ്ങനെ കുറച്ച് സോഷ്യൽ ക്രൈറ്റീരിയസ് നമ്മൾ കൊണ്ടുവരും. സോ അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് എ സോഷ്യൽ റൈറ്റ്, അവിടെ ഗവേണൻസിനെ കാട്ടിയും കുറച്ച് കൂടെ ആപ്റ്റായിട്ട് വരുന്ന എന്താണ്, എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, റൈറ്റ്? സോ ഇഫ് തേർഡ് ഈസ് റോങ്, 1 വിൽ ഓൾസോ ബി റോങ്. സോ 1ഉം 3ഉം റോങ് ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, എന്താണ്, ഡി, 1, 2 and 3. സോ ഓപ്ഷൻ ഈസ് ഡി, 1, 2, 3. 3ഉം റോങ് ആണ്. അങ്ങനെ എത്തിയില്ലെങ്കിലും അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് എത്താം, അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ റീചെക്ക് ചെയ്യാം. പൊളിറ്റിക്കൽ റൈറ്റ്സ് നോക്കാം, ഇറ്റ് പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ് ലൈഫ് ആൻഡ് ലിബർട്ടി. സോ ഈ പൊളിറ്റിക്കൽ റൈറ്റ്സിൽ കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വരുന്നത് എന്താണ്, ഗവേണൻസ്. ദെൻ സിവിൽ റൈറ്റ്സിൽ എന്താണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വരുന്നത്, ഇൻഡിവിജ്വൽ ലൈഫും ലിബർട്ടിയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യുക, മാക്സിമം എന്താണ് ഡയറക്റ്റീവ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഡെഫിനേഷൻ വരുന്ന ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുക, അത് ജംബിൾഡ് ആണോ എന്നൊന്ന് തിങ്ക് ചെയ്യുക. പിന്നെ ഈ കീവേഡ്സും ഇതുമായിട്ട് തമ്മിലുള്ള എന്തെങ്കിലും കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ എന്നും ചെക്ക് ചെയ്യുക. സോ ദറ്റ് എന്താണ്, നമുക്കൊരു കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ വാസ് ഈസി. Moving to the 5th question. Sorry. So this is also direct to PYQ. This question was simple, very simple. Which one of the following is a reason why astronomical distances, so the keyword is astronomical distances, are measured in light years? എന്തുകൊണ്ട് astronomical distances light year മെഷർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് ഓപ്ഷൻ, ഡിസ്റ്റൻസസ് among stellar bodies do not change. സോ എന്താണ്, കൈൻഡ് ഓഫ് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ നമുക്ക് എന്താ അറിയാം, ഈ നമ്മുടെ ഒരുപാട് തിയറീസ് നമ്മൾ ജോഗ്രഫിയിലെല്ലാം പഠിക്കുന്നുണ്ട്, എന്താണ്, യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. സോ അത് ഡു നോട്ട് ചേഞ്ച് എന്ന് പറയുമ്പോൾ ദറ്റ് കൺസെപ്റ്റ് ഈസ് റോങ്. സോ എന്താണ്, സ്റ്റെല്ലാർ ബോഡീസിൻ്റെ എമങ്ങുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ബി, ഗ്രാവിറ്റി ഓഫ് സ്റ്റെല്ലാർ ബോഡീസ് ഡസ് നോട്ട് ചേഞ്ച്. അതും എന്താണ്, കൈൻഡ് ഓഫ് എന്താണ്, ഇറ്റ് ഫീൽസ് ആൻ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. സോ അതും എന്തല്ല, അതല്ല റീസൺ എന്തിനാണ് അസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസ് ലൈറ്റ് ഇയർ മെഷർ ചെയ്യുന്ന റീസൺ അതുമില്ല. ദെൻ എന്തെത്തി, അഗൈൻ 50-50. ലൈറ്റ് ഓൾവേസ് ട്രാവൽസ് ഇൻ സ്ട്രേറ്റ് ലൈൻ, സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഈസ് ഓൾവേസ് സെയിം. സോ നമ്മൾ പലയിടത്തും പറയുന്ന പോലെ ഓൾവേസ്
ഓൺലി ഓൾ എന്ന് പറയുന്നത് എന്തല്ല, എല്ലായിടത്തും എന്തല്ല, എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് അല്ല. സോ എല്ലായിടത്തും നമ്മളവിടെ നമ്മുടെ എലിമിനേഷൻ പ്രൊസീജിയർ നടത്തി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തില്ല, ആൻസർ ഇല്ല. സോ എന്താണ്, സോ നമ്മൾ 50-50 രണ്ടിലും ഓൾവേസ് ഉണ്ട്. സോ അതിനെപ്പറ്റി എന്ത് ചെയ്യരുത്, ബോദർ ചെയ്യരുത്. സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ് ദാറ്റ് ലൈറ്റ് ഓൾവേസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. നമുക്കറിയത്തില്ല, ജസ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഈസ് ഓൾവേസ് സെയിം. സോ ഇവിടെ എന്താണ് സ്പീഡ്, റൈറ്റ്. ക്വസ്റ്റ്യൻ എന്താണ്, ആസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസ്. സോ ഒരിടത്ത് ഡിസ്റ്റൻസ് ഉണ്ട്, മറ്റേടത്ത് എന്തുണ്ട്, സ്പീഡുണ്ട്. സോ ഡിസ്റ്റൻസും സ്പീഡും തമ്മിൽ റിലേഷൻ ഇല്ലേ? സോ എന്ത് ചെയ്യുക, അങ്ങനെ തിങ്ക് ചെയ്യുക. സോ അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ വിൽ ബി ഡി, സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഈസ് ഓൾവേസ് സെയിം. സോ സ്പീഡും ഡിസ്റ്റൻസും തമ്മിലുള്ളൊരു കണക്ഷൻ, അതായത് ബേസിക് ഫോർമുല എന്ത് ചെയ്യുക, മൈൻഡിൽ തിങ്ക് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. സോ അതാ പറയുന്ന UPSC ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിളാണ്. വി വിൽ ഹാവ് ഓൾ ദ ക്ലൂസ് ഇൻ ദ പേപ്പർ ഇറ്റ് സെൽഫ്. ഇറ്റ്സ് നോട്ട് സിംപ്ലി അബൌട്ട് നോളജ്. എന്താണ്, ഈ ഒരു സ്കിൽ സെറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഐ ഹോപ്പ് എവരി വൺ മേക്ക് ഇറ്റ് കറക്റ്റ്. Then next one. Actually guys, there is a limitation, so we cannot zoom this question because it is a big question, and I hope നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നതിൽ. ഇവിടെ ഇപ്പം ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. സോ ഐ തിങ്ക് നിങ്ങളുടെ എല്ലാവരിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ഓൺലൈൻ സ്റ്റുഡൻസിന് എന്തുണ്ട്, PDF ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും കയ്യിലെടുത്ത് വയ്ക്കുക. ഓക്കെ. ദെൻ ദ സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് വാട്ട്, എമർജൻസി പ്രൊവിഷൻസ്. സോ നമ്മൾ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റും വായിക്കുന്നതിന് മുമ്പ് വാട്ട് വി ഹാവ് ടു ഡു, ക്വസ്റ്റ്യൻ്റെ ഡയറക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കുക. സോ ഗോ ടു ദ ലാസ്റ്റ് പോർഷൻ. വിച്ച് ഓഫ് ദ എബവ് പ്രൊവിഷൻസ് വെയർ ആഡഡ് ത്രൂ 44th Amendment Act. സോ അതെന്ത് ചെയ്യുക, ഇപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ഫുള്ള് വായിച്ചിട്ട് അവസാനത്തോട്ട് പോകരുത്. കാരണം മേ ബി കറക്റ്റ് ആയിരിക്കും, ഇൻകറക്റ്റ് ആയിരിക്കും. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് തുടങ്ങുമ്പോൾ എന്തായിരിക്കണം, ഈ ക്വസ്റ്റ്യൻ്റെ ഡയറക്റ്റീവ് മനസ്സിൽ വച്ച് വേണം എന്ത് ചെയ്യാൻ, വായിക്കാൻ. ഓക്കെ. സോ നമുക്ക് ഡയറക്റ്റീവ് മനസ്സിലായി എന്താണ്, 44th Amendment Actൽ കൊണ്ടുവന്ന പ്രൊവിഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് അമെൻമെൻറ്റ് ആക്ട് വി നോ ഏതൊക്കെയാണ്, 42nd Amendment, 44th Amendment. രണ്ടും എന്താണ്, കൈൻഡ് ഓഫ് കോൺട്രഡിക്ടറി അമെൻമെൻറ്റ്സ് ആണ് അല്ലേ. സോ 42nd Amendment Actൽ കൊണ്ടുവന്ന കുറേ ബാഡ് പ്രൊവിഷൻസ് എന്ന് നമുക്ക് പറയാം. അതിനെയൊക്കെ മാറ്റിയത് പലതും ഏതാണ്, 44th Amendment Act ആണ്. സോ വി നോ ദാറ്റ് 44th Amendment Act എന്താണ്, കുറച്ച് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന അമെൻമെൻറ്റ് ആക്ട് ആണ്. സോ ആ ഒരു ബേസിക് കൺസെപ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട് അല്ലേ. 44th നല്ല കുറച്ച് കൺസെപ്റ്റ് കൊണ്ടുവന്ന അമെൻമെൻറ്റ് ആക്ട് ആണ്. സോ നൗ വി വിൽ റീഡ് ദ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ദ പ്രസിഡന്റ് ക്യാൻ ലിമിറ്റ് ദ ഓപ്പറേഷൻ ഓഫ് നാഷണൽ എമർജൻസി ടു എ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ഇന്ത്യ. അറിയത്തില്ല, അടുത്തതിലോട്ട് പോവാം. The Prime Minister alone cannot take decision with respect to national emergencies. നിങ്ങൾക്ക് 44th Amendment കംപ്ലീറ്റ് അതിൽ ഒരു പ്രൊവിഷൻസ് പറഞ്ഞില്ലെന്നും വയ്ക്കാം. വി ക്യാൻ എഗെയിൻ എന്താണ്, സോൾവ് ചെയ്യാൻ പറ്റും. ഡിക്ലറേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഇമ്മ്യൂൺ ഫ്രം ജുഡീഷ്യൽ റിവ്യൂ. ദിസ് ഈസ് ദ കീവേഡ്. എന്താണ്, ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്, നമ്മുടെ ഇപ്പോൾ അങ്ങനെയല്ല അല്ലേ. ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്തുണ്ട്, ഒന്നും ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് അങ്ങനെ മാറ്റാൻ പറ്റില്ല. എസ്പെഷ്യലി എന്താണ്, നാഷണൽ എമർജൻസി. അത് ഇപ്പോഴത്തെ കേസിലും അങ്ങനെയല്ല. സോ വി നോ ദാറ്റ് എന്താണ്, this statement is extreme statement even at the present situation. So എന്ത് ചെയ്യുക, ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻസൽ ചെയ്ത് തന്നെ what will we get, if we cancel the third one, പിന്നെ ബാക്കി 4th സ്റ്റേറ്റ്മെൻറ്റ് 5th സ്റ്റേറ്റ്മെൻറ്റും കൂടെ വായിക്കേണ്ട കാര്യമില്ല. വി ക്യാൻ സേവ് ടൈം. സോ എന്താണ്, തേർഡ് വൺ ഈസ് എൻ എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള കാര്യം, ഒരുപക്ഷെ ഇത് 38th Amendment വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം കാര്യം എന്താണ്, 44th Amendment എന്താണ്, വി നോ ദാറ്റ് ഇറ്റ് പ്രൊവൈഡഡ് എന്താണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത അമെൻമെൻ്റ് ആണ് 44. സോ അതിലെന്തായാലും എന്ത് വരില്ല, തേർഡ് വരില്ല എന്നുള്ളൊരു ലോജിക്ക് അപ്ലൈ ചെയ്താലും വിൽ ഗെറ്റ് ദ കറക്റ്റ് ഓപ്ഷൻ. 7th question is also pretty simple. Consider the following statement with reference to dugong. ഡുഗോങ്ങിനെ പറ്റി നമുക്ക് എല്ലാവരും കറണ്ട് അഫയേഴ്സിൽ വായിക്കുന്നതാണ്. ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ എന്താണ്, ഡുഗോങ്സ് ആർ വൾണറബിൾ മറൈൻ സ്പീഷീസ്. ഇഫ് യു ഹാവ് എ ഡൗട്ട് അബൌട്ട് ഇറ്റ്, ഗോ ടു ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ദേ ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ ഷെഡ്യൂൾ 1 ഓഫ് ദ WPA. സോ മോസ്റ്റ്ലി നമുക്ക് ഒരുപാട് അനിമൽസ് ഉണ്ട്. സോ ഈ കറണ്ട് അഫയേഴ്സിൽ കാണുന്നതും ഒട്ടുമിക്ക അനിമൽസ് എന്താണ്, ഒന്നുകിൽ എക്സ്റ്റിങ്ഷൻ നേരിടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെട്ട് നേരിടുന്നു, പോച്ചിങ് നേരിടുന്നുണ്ട്, ഒരുപാട് കില്ലിങ്സ് നടക്കുന്നുണ്ട്. സോ അങ്ങനത്തെ അനിമൽസിനാണ് എന്ത് കൂടുതലും നമ്മുടെ UPSC കറണ്ട് അഫയേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്.
സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡുഗോങ് ഷെഡ്യൂൾ 1 പറ്റി എല്ലാവർക്കും അറിയാം. എന്താണ്? ഹൈലി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് കൊടുക്കുന്ന ഒരു ആക്ടിൻ്റെ ആണ് എന്ത്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. അതിലെ ഷെഡ്യൂൾ 1 ആണെങ്കിൽ ഇറ്റ് ഗീവ്സ് ഹൈ പ്രൊട്ടക്ഷൻ. സോ ഡുഗോങ്ങിനെ ഷെഡ്യൂൾ 1 എൻലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ജനറൽ സ്റ്റേറ്റ്മെന്റ്. സോ എന്ത് ചെയ്യാം? വി ക്യാൻ സെലക്ട് ദ ഓപ്ഷൻ, the statement 2. Then go to the third one. They are the only herbivorous animals that is strictly in marine. So എന്താണ്? ഡുഗോങ്ങിന് മറ്റൊരു പേരുണ്ട്. ഇഫ് യു ആർ ഡൗട്ട് അബൌട്ട് ഇറ്റ്, എന്ത് ചെയ്യുക? എല്ലാ പോസിബിലിറ്റീസും തിങ്ക് ചെയ്യുക. എന്താണ്? നമുക്ക് മാക്സിമം നമുക്കൊരു ആൻസർ കിട്ടുക, അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും സാധ്യതകൾ എന്ത് ചെയ്യുക? യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. സോ ഡുഗോങ്ങിൻ്റെ മറ്റു പേരെന്താണ്? സീ കൗ. സോ സീയിൽ നിന്ന് എന്ത് ഐഡിയ കിട്ടും? വി നോ ദാറ്റ് വാട്ട് ഇറ്റ് ഈസ് marine. Cow means what? It is herbivorous, right? So the third statement is not an extreme statement. It is a correct statement if you know the other name, that is sea cow. So അതാണ് ഞാൻ പറയുന്നത്. എന്താണ്? എപ്പോഴും എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റിനെ വി കനോട്ട് റിലൈ. എസ്പെഷ്യലി കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് അതിന് മുമ്പത്തെ ട്രെൻഡും ആണെങ്കിൽ എന്താണ്? കംപ്ലീറ്റ്ലി എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒരു എലിമിനേഷൻ പ്രൊസീജിയർ ആസ് സച്ച് എന്താവുന്നില്ല, വർക്ക് ആവുന്നില്ല. വി ഹാവ് ടു തിങ്ക് ഇൻ ദ ബ്രെയിൻ. ലോജിക്കലി എന്ത് ചെയ്യുക? ലോജിക്കലി തിങ്ക് ചെയ്യുക, then go to the answer. സോ ഇവിടുത്തെ ഉത്തരം എന്താണ്? സോ ഇവിടെ 2 and 3 നമുക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. 2 and 3. then we will get B അല്ലെങ്കിൽ D. B അല്ലെങ്കിൽ ഡിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സോ ഇത്രയും പ്രൊട്ടക്റ്റഡ് ആണ്, ഷെഡ്യൂൾ 1 പ്രൊട്ടക്റ്റഡ് ആണ്. സോ ഇറ്റ് വിൽ ബി വൾണറബിൾ, റൈറ്റ്? സോ എന്ത് ചെയ്യുക? ദ ആൻസർ ഈസ് D 1, 2 and 3. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അറൈവ് ചെയ്യേണ്ടത്. Then the 8th question, this is also direct PYQ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്കറിയാം പലരും എന്ത് ചെയ്യില്ല, ഡയറക്റ്റ്ലി കാണുമ്പോൾ എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഒരു വളരെ ടഫ് ക്വസ്റ്റ്യൻ ആണ്, ടഫ് ടു ക്രാക്ക് ആണ്, ചെയ്യാൻ പറ്റില്ല, ടഫാണെന്നുള്ളൊരു തിങ്കിങ് ഓട്ടോമാറ്റിക്കലി വരും. എനിക്കും വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യുക? യു ജസ്റ്റ് ഗോ ത്രൂ ദ സ്റ്റേറ്റ്മെൻറ്റ്. വിത്ത് റെഫറൻസ് ടു ദ യൂണിയൻ ഗവൺമെൻറ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സോ യൂണിയൻ ഗവൺമെൻറ്റിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. Gopalaswamy Iyengar committee suggested that the minister and the secretary to be designated solely for pursuing the subject of administrative reform and promoting it. In 1970, the Department of Personnel എന്ത് ചെയ്യുന്നു? പ്രൈം മിനിസ്റ്ററിൻ്റെ ചാർജിൽ കൊണ്ടുവന്നു. സോ 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സോ ഇതിന് കറക്റ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇതിൽ എന്ത് പറയുന്നുണ്ട്? സോൺലി എന്നുള്ളൊരു കീവേഡ് കിടപ്പുണ്ട്. The Gopalaswamy Iyengar committee suggested that a minister and a secretary to be designated solely for pursuing subject of administrative reform and promoting it. അങ്ങനെ ഒരു കമ്മിറ്റിയെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ വരാനുള്ള പോസിബിലിറ്റീസ് എന്താണ്? 0% പോസിബിലിറ്റിയാണ്. അതിങ്ങനെ ഒരു 2 പേരെ മാത്രം എന്താണ്? എല്ലാവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിന് 2 പേരെ സോൾലി അപ്പോയിൻറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ഇറ്റ് ഈസ് ക്വൈറ്റ് ഇംപ്രാക്ടിക്കൽ. സോ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 is an extreme statement. So we will cancel the options with the 1. So എന്താണ്? either it will be option B or option D. Then the second statement is somewhat pretty എന്താണ്? ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിലൊരു നെഗറ്റീവ് എലമെൻറ്റോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ നമ്മൾ കാണുന്നില്ല. സോ 50-50 സോ ബി അല്ലെങ്കിൽ ഡി കൊടുക്കാം. സോ ഗോ വിത്ത് എന്താണ്? ബിയിൽ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെ എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻസ് നമ്മൾ കാണുന്നില്ല. സോ വാട്ട്? ഗോ വിത്ത് ഓപ്ഷൻ ബി. സോ 8th one is option B. So 9th question. The 9th question is regarding എന്താണ്? ഫുഡ് പ്രിൻ്റ് ആണ്. എന്ത് ഫുഡ് പ്രിൻ്റ്? വാട്ടർ ഫുഡ് പ്രിൻ്റ്. സോ വാട്ടർ ഫുഡ് പ്രിൻ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ്? ക്വസ്റ്റ്യനിൽ ക്ലൂ ഉണ്ട്. വാട്ടർ ഫുഡ് പ്രിൻ്റ് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് വാട്ടർ യൂസ് ടു പ്രൊഡ്യൂസ് ഈച്ച് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് വി യൂസ്. സോ വാട്ടർ ഫുഡ് പ്രിൻറ്റിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ദെൻ റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഗ്രീൻ വാട്ടർ ഫുഡ് പ്രിൻറ്റ്, ഗ്രേ വാട്ടർ ഫുഡ് പ്രിൻറ്റ് എന്താണ്? is the water from precipitation that is stored in the root zone of the soil and that is evaporated, transpirated or absorbed by എന്താണ്? plants. The grey water footprint is the amount of fresh water required to absorb pollutants to meet a specified water quality standard. സോ എന്താണ്? നമുക്കൊരു ഗ്രേ അല്ലെങ്കിൽ ഗ്രീൻ എന്നുള്ളൊരു കളറിൽ നിന്ന് മനസ്സിലാകും. ഗ്രീൻ ഈസ് റിലേറ്റഡ് വിത്ത് സംവാട്ട് എന്താണ്? ഒരു റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ എന്താണ്? പ്ലാന്റ്, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ്. സോ ഗ്രീൻ വാട്ടർ ഫുഡ് പ്രിൻറ്റ് എന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ക്വസ്റ്റ്യൻ വെച്ച് ലിങ്ക് ചെയ്യുമ്പോൾ എന്താണ്? ദാറ്റ് വൺ ഈസ് എ പ്രെറ്റി ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഗോ വിത്ത് ദ സെക്കൻഡ് വൺ. എന്താണ്?
നമ്മൾ പലപ്പോഴും പല കറണ്ട് അഫയേഴ്സിലായാലും പല ക്ലാസ്സുകളിലായാലും പഠിക്കുന്നത് എന്താണ് ഗ്രേ വാട്ടർ ട്രീറ്റ്മെൻറ്റ്, എന്താണ് ഗ്രേ വാട്ടർ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഗ്രേ എന്നുള്ളൊരു ഐഡിയ. സോ അതെന്താണ് പൊല്യൂഷൻ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ എമൗണ്ട്. സോ എന്താണ് അതും കൈൻഡ് ഓഫ് ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദ ഓപ്ഷൻ ഈസ് സി. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഗ്രീൻ വാട്ടർ ഫുട് പ്രിൻറ്റ് ഓർ ഗ്രേ വാട്ടർ ഫുട് പ്രിൻറ്റ് നമ്മൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ കറണ്ട് അഫയേഴ്സിലോ നമ്മൾ പഠിക്കുന്ന ക്ലാസ് നോട്ട്സിലോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ എന്താണ് സ്റ്റിൽ വി ക്യാൻ അറൈവ് അറ്റ് ദ കറക്റ്റ് ഓപ്ഷൻ. സോ അതാണ് എന്താണ് സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്തിലേക്ക് കിട്ടുള്ളൂ? നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലുള്ള റിലേഷൻ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഉത്തരത്തിലോട്ട് നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഗോയിങ് ടു ദ 10th question. This is a pretty simple question and a direct PYQ. The right to privacy is protected under which article of the Constitution of India? So എന്താണ് വലിയ എക്സ്പ്ലനേഷൻസ് വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആർട്ടിക്കിൾ 21 ആണ്. സോ ഇറ്റ്സ് എ pretty simple question, ഡയറക്റ്റ് ആണ്. ദിസ് ഈസ് എ ട്രിക്കി ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ഇതും ഡയറക്റ്റ് PYQ ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് വെജിറ്റേഷൻ ഓഫ് സാവനെ പറ്റി പറയുന്നുണ്ട്. കൺസിസ്റ്റ് ഓഫ് ഗ്രാസ് ലാൻഡ് വിത്ത് സ്കാറ്റേർഡ് സ്മോൾ ട്രീസ് ബട്ട് എക്സ്റ്റെൻറ്റീവ് ഏരിയസ് ഹാവ് നോ ട്രീസ് എന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. ദ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ സച്ച് ഏരിയസ് ഇസ് ജനറലി കെപ്റ്റ് ഇൻ ചെക്ക് ബൈ വൺ ഓർ മോർ ഓർ എ കോമ്പിനേഷൻ ഓഫ് സം കണ്ടീഷൻസ്. എന്താണ് പറയുന്നത്? ഒരു പർട്ടിക്കുലർ ഗ്രാസ് ലാൻഡ്, ഇതിപ്പോൾ സാവനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിലും വിട്ടേക്ക്, ബാക്കി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുക. എന്താണ് ഒരു പർട്ടിക്കുലർ ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ വെജിറ്റേഷൻ എന്താണ് എക്സ്റ്റെൻസീവ് ഏരിയാസ് ഓഫ് എന്താണ് ട്രീസ് ഇല്ല. സോ ആ ട്രീയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഫോറസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ദ ബറോയിങ് ആനിമൽസ് ആൻഡ് ടെർമൈറ്റ്സ് നമുക്കറിയത്തില്ല. ഫയർ, ഗ്രേസിംഗ് ഹെർബിവോർസ്, സീസണൽ റെയിൻഫോൾ, സോയിൽ പ്രോപ്പർട്ടീസ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈവൻ ഇഫ് വൺ ഓഫ് ദ ഓപ്ഷൻ 1 2 3 4 5 എന്ന് കണ്ടാലും ഒരിക്കലും കുത്തരുത്. സോ ഇവിടെ 1 2 3 4 5 എന്ന് കണ്ടാൽ നമ്മൾ മോസ്റ്റ്ലി എന്താണ് അതിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ അവിടെയും ഞാൻ പറയുന്ന പോലെ എന്താണ് UPSC വിൽ ഓൾവേസ് ഗീവ് us എ ക്ലൂ. ഇവിടെ നിങ്ങളെ ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ ദേ വിൽ ഗിവ് ദ ഓപ്ഷൻ ഡി. എന്താണ് 1 2 3 4 and 5. ബട്ട് ഇവിടെ എന്തില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ UPSC is helping us. എന്താണ് സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് ഫയർ. ഏതൊരു ഫോറസ്റ്റും അതിപ്പോൾ ഒരു പർട്ടിക്കുലർ സാവന്യ എന്നാകണമെന്നില്ല, ഏതൊരു ഫോറസ്റ്റിലായാലും ആ ഫോറസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ ചെക്ക് ചെയ്യുന്നൊരു ക്രൈറ്റീരിയ എന്താണ് ഫയർ തന്നെയാണ്. സോ വി ക്യാൻ ചൂസ് ഫയർ. സോ ഫയർ ഉള്ള എത്ര സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്? ഫയർ ഇല്ലാത്ത എത്ര എണ്ണം ഉണ്ട്? ബിയിൽ ഫയർ ഇല്ല, ഡിയിൽ ഫയർ ഇല്ല. ഓക്കെ, സോ വി വിൽ റീച്ച് 50-50. അത്ര സിമ്പിളാണ്. ഒന്നുകിൽ 1 and 2 അല്ലെങ്കിൽ 2 3 and 4. സോ 1ൽ എന്താണ് ബറോയിങ് ആനിമൽസ് ആൻഡ് ടെർമൈറ്റ്സ്, ഡോണ്ട് ബോദർ. തേർഡ് എന്താണ് ഗ്രേസിംഗ് ഹെർബിവോഴ്സ്. തിങ്ക് ഗ്രേസിംഗ് ഹെർബിവോഴ്സ് എന്താ മേഞ്ഞ് നടക്കുന്ന ഹെർബിവോഴ്സ്, പശു, ആട്, അങ്ങനത്തെ ഹെർബിവോഴ്സ്. സോ അവർ പോവുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മരത്തോളം എത്തണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആദ്യം ഒരു വിത്ത് വരണം, വിത്ത് മണ്ണിൽ നിൽക്കണം, അത് പൊടിക്കണം, ചെടിയാകണം, ചെടി മരമാകണം. ഈ വിത്ത് വന്നു, വിത്ത് ജസ്റ്റ് ഒന്ന് മുളച്ച് വന്നു, പശു വന്ന് തിന്നു, എന്ത് സംഭവിക്കും? കാടുണ്ടാവില്ല. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഗ്രേസിംഗ് ഹെർബിവോഴ്സ് പറ്റില്ല. അടുത്ത് നോക്കുക സീസണൽ റെയിൻഫോൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പെരനിയൽ റെയിൻഫോൾ ആണെങ്കിൽ ഓക്കെ, ഫുൾ ടൈം മഴ പെയ്തുകൊണ്ടിരുന്നാൽ വരെ. സീസണൽ റെയിൻഫോൾ ഏതെങ്കിലും ഒരു സീസണിൽ മാത്രമേ റെയിൻ ഉള്ളൂ, ബാക്കി സീസണിൽ ഇല്ലെങ്കിൽ പോലും അവിടെ എന്താണ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് തടസ്സപ്പെടുന്നുണ്ട്. സോ അതും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദ ഓപ്ഷൻ വിൽ ബി സി 2 3 and 4. ഓക്കെ, then moving to the 12th question. This is also pretty simple question and also a direct PYQ. എന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്താ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡൗട്ട് അടിക്കരുത്, പാനിക് ആകരുത്. മൊരിങ്ങ ഓർ ഡ്രംസ്റ്റിക് ട്രീ ഇസ് എ ലെഗൂമിനസ് എവർഗ്രീൻ ട്രീ. നമുക്കറിയാമോ? അറിഞ്ഞൂടാ, ഡോണ്ട് ബോദർ, അടുത്തിലോട്ട് പോവാം. ടമറിൻ ട്രീ ഈസ് എൻഡമിക് ടു സൗത്ത് ഏഷ്യ. സോ ഇവിടെ ഒരു കീവേഡ് ഉണ്ട്, അത് നോട്ട് ചെയ്ത് പോവാ. എൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണപ്പെടുന്നു എന്നുള്ളൊരു മീനിങ് ഉണ്ട്. സോ അതെന്ത് ചെയ്യുക, റൗണ്ട് ചെയ്യുക. വി ഡോണ്ട് നോ വെദർ ടമറിൻഡ് ഈസ് എൻഡമിക് ടു ദ പർട്ടിക്കുലർ പ്ലേസ് ഓർ നോട്ട്. എന്ത് ചെയ്യുക, ജസ്റ്റ് നിൽക്കുക. ചിലപ്പം കറക്റ്റ് ആവാം, ചിലപ്പോൾ തെറ്റാവും. ആസ് ഓഫ് നൗ വി ഡോണ്ട് നോ. ദെൻ ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദ ടാമറിൻഡ് ഈസ് കളക്റ്റഡ് ആസ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ആണോ? അതും എന്താണ് ഒരു ഫാക്റ്റ് ആണ്, നമുക്ക് അറിയത്തില്ല. ലീവ്. ഫോർത്ത് നോക്കുക,
ഇന്ത്യ എക്സ്പോർട്സ് tamarind ആൻഡ് സീഡ്സ് ഓഫ് moringa. സോ എന്താണ്, പ്രട്ടി ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ നമുക്കൊരു ഡൗട്ട് വരുന്നില്ല. ഇന്ത്യ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. എന്ത്, ടാമറിൻഡും സീഡ്സ് ഓഫ് മോരിങ്കയും എക്സ്പോർട്ട് ചെയ്യുന്നു. എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടോ? ഇന്ത്യ ഒരു ഷിപ്മെൻ്റ് എങ്കിലും എക്സ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷമെങ്കിലും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും എന്താവും, അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. സോ വി കാനോട്ട് എലിമിനേറ്റ് എന്താണ്, ഓപ്ഷൻ 4 എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ 4 ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. 4 ഉണ്ട്, 4 ഉണ്ട്, 4 ഉണ്ട്, ഒരൊറ്റ ഓപ്ഷനേ പോകുന്നുള്ളൂ. സോ ഇറ്റ്സ് എ ട്വിസ്റ്റി ക്വസ്റ്റ്യൻ. അടുത്തതിലോട്ട് പോവുക. സീഡ്സ് ഓഫ് moringa ആൻഡ് tamarind ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഫ്യൂൽസ്. സോ ബയോഫ്യൂൽസ് എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാം അല്ലേ. കുറച്ച് ബയോ ആയിട്ടുള്ള തിങ്സ് എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എന്ത് ചെയ്യും, ഫ്യൂവലിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ബയോഫ്യൂൽ കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. സോ ആ ഒരു ബയോഫ്യൂവലിൽ എന്താണ്, സീഡ്സ് ഓഫ് moringa അല്ലെങ്കിൽ tamarind യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാൻ ബി യൂസ്ഡ്. ഇപ്പോൾ യൂസ് ചെയ്യുന്നൊന്നുമില്ല, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. എപ്പോഴെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയാൽ എന്താണ്, ദാറ്റ് വിൽ ബി എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ അങ്ങനത്തെ ഒരു സബ്ജക്റ്റിവിറ്റി വരുന്ന ഓപ്ഷൻസ് എന്ത് ചെയ്യില്ല, UPSC വോണ്ട് ഗീവ്. സോ വി കാനോട്ട് എലിമിനേറ്റ് സ്റ്റേറ്റ്മെന്റ് 5. സോ സ്റ്റേറ്റ്മെന്റ് 5 ഷുഡ് ബി ദെയർ. അപ്പോൾ എന്ത് ചെയ്യും, ഓപ്ഷൻ സിയും നമുക്ക് പോയി. ഇവിടെ എന്തെത്തി, നമ്മൾ അഗെയിൻ 50-50 എത്തിയിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ ഉള്ളത് 1 2 4 5 3 4 5. സോ 4 5 ഈസ് ഫിക്സ്ഡ് അല്ലേ. നമുക്കിനി 1 2 ആണോ 3 ആണോ ഉള്ളതിൽ കറക്റ്റ് എന്നാണ്, അത്രയും ചെക്ക് ചെയ്യാൻ മതി. 1 2 3 സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. moringa drumstick tree is a leguminous evergreen tree. സോ 1നെ പറ്റി നമുക്ക് ഒരു ഐഡിയ ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, വിട്ടേക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2 അനലൈസ് ചെയ്യുക, 3 അനലൈസ് ചെയ്യുക. tamarind tree is endemic to South Asia. തേർഡ് നോക്കുക, ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദ tamarind is collected as minor forest produce. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും. സോ വി ഹാവ് ടു ചൂസ് 1. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല. വി ഹാവ് ടു ചൂസ് 2 3 ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിരിക്കണം, അത് ഏതെങ്കിലും ചൂസ് ചെയ്യാം. സോ 2 and 3 അനലൈസ് ചെയ്യുമ്പം കുറച്ചുകൂടെ ഒരു ജനറൽ ആകുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പോസിബിലിറ്റി ഓഫ് ബീങ് കറക്റ്റ് ആകുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്, ഇവിടെ tamarind ട്രീസ് എൻഡമിക് ടു സൗത്ത് ഏഷ്യ. സൗത്ത് ഏഷ്യയുടെ പുറത്തുണ്ടെങ്കിൽ അതെന്തായി, എൻഡമിക് അല്ലാതെ. സോ ഇവിടെ 2 and 3 കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടെ പോസിബിലിറ്റി ഓഫ് ബീങ് കറക്റ്റ് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 3 ആണ്. സോ 3 ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇറ്റ് ഈസ് എന്താണ്, ബി 3 4 and 5. സോ ഇതാണ് എന്ത് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ലോജിക്കലി യൂസ് ചെയ്യുന്ന സ്കിൽ. സോ മൂവിങ് ടു ദ 13th ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാം സിമ്പിളാണ് അല്ലേ, നിങ്ങളതായിരിക്കും തിങ്ക് ചെയ്യുന്നത്. ദ റിസർവേഷൻ ഫോർ വിമൺ representatives exist at all the levels of the panchayat raj system. So at all the levels. പൊളിറ്റി ക്വസ്റ്റ്യൻസിലുള്ളൊരു ട്വിസ്റ്റ് എന്താണ്, നമുക്കവിടെ എക്സ്ട്രീം അല്ലെങ്കിൽ ഓൾ വൺലി എന്നുള്ളത് എന്ത് ചെയ്യുക, നമുക്ക് അങ്ങനെ അത്ര എക്സ്ട്രീം ആകില്ല, എക്സ്പെഷ്യലി പൊളിറ്റിയിൽ. സോ ഇതൊരു പൊളിറ്റി ക്വസ്റ്റ്യൻ ആണ്. ദ റിസർവേഷൻ ഫോർ വിമൺ റെപ്രസെൻറ്റേറ്റീവ് എക്സിസ്റ്റ് അറ്റ് ഓൾ ദ ലെവൽസ് ഓഫ് ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം. സോ നമുക്കിത് ബേസിക് കൺസെപ്റ്റ് ആണ്. എന്താണ്, 73rd അമെൻമെൻറ്റ് ആക്ടിൽ എന്ത് വന്നു, വിമണിന് കമ്പൾസറി എന്താണ് കൊണ്ടുവന്ന് എവിടെയാണ്, അറ്റ് ഓൾ ദ ലെവൽസ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ എന്തുണ്ട്, റിസർവേഷൻ ഫോർ വിമൺ ഉണ്ട്. സോ ദാറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. The scheduled caste and scheduled tribes also have seats reserved for them in the local governments. അതുവരെ ഓക്കെ അല്ലേ, അവർക്കും എന്താണ് റിസർവേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ബട്ട് the quantum of the reservation is not fixed as per the constitution. So 73rd amendment PRIs പഠിക്കുന്ന എല്ലാവർക്കും എന്ത് മനസ്സിലാവും, SC/STക്ക് കൊടുക്കുന്ന റിസർവേഷൻ എന്താണ്, ബേസ്ഡ് ഓൺ ദ പർട്ടിക്കുലർ പോപ്പുലേഷൻ ഇൻ ദ പർട്ടിക്കുലർ ലൊക്കാലിറ്റി ആണ് എന്ത് അവിടുത്തെ റിസർവേഷൻ ക്രൈറ്റീരിയ. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. സോ ഒന്നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഫിക്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഇതെന്താണ്, നമ്മുടെ കണ്ടന്റ് ആണ്. 73rd അമെൻമെന്റ് ആക്ട് PRIയിലെ കണ്ടന്റ് ആണ്. ഇഫ് യു നോ ദ കണ്ടന്റ് എന്താണ്, we'll get the option as C. So I think ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണ്. Moving to the 14th question. So next question is 14th one. With reference to recent developments regarding recombinant vector vaccines. So recombinant vector vaccines. First statement, genetic engineering is applied in the development of these vaccines. Second is bacteria, virus are used as vectors. So while analyzing the question എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്, പ്രട്ടി ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് അപ്ലൈഡ് എന്നേ പറയുന്നുള്ളൂ, ബാക്ടീരിയ ആൻഡ് വൈറസസ് ആർ യൂസ്ഡ് എന്നും പറയുന്നുണ്ട്. സോ എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റും ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വി ക്യാൻ ഗോ വിത്ത് എന്താണ്, ഓപ്ഷൻ സി, ബോത്ത് 1 and 2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ 15th one.
ഇത് കുറച്ച് നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ബാക്ടീരിയ, ഫംഗൈ ആൻഡ് വൈറസ് വിച്ച് ഓഫ് ദ എബവ് ക്യാൻ ബി കൾച്ചേർഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക് മീഡിയം. സോ ഇവിടെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സിന്തറ്റിക് മീഡിയം ആണ് എന്ത് കീവേഡ്. സോ എന്താണ് വി നോ ദാറ്റ് വാട്ട് വൈറസിന് എന്താണ് ഇറ്റ് നീഡ് ലൈവ് സെൽ. ഒരു ലൈവ് സെൽ അല്ലെങ്കിൽ ലൈവ് ഹോസ്റ്റ് എന്ത് വേണം വൈറസിന് ആവശ്യമുണ്ട്. സോ വി ക്യാൻ എലിമിനേറ്റ് വാട്ട് വൈറസ് ബിക്കോസ് എന്താണ് ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് മീഡിയത്തിൽ കൾച്ചർ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞതിൽ ഏതൊക്കെ. സോ ഇഫ് വി എലിമിനേറ്റ് ഓപ്ഷൻ 3 സ്റ്റേറ്റ്മെന്റ് 3 the answer will be A 1 and 2. So ഇതും എന്താണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Then we'll go to 16th one. Constitutional amendment പറ്റിയാണ് ക്വസ്റ്റ്യൻ. Constitutional amendment bills can only be introduced in the Lok Sabha. So ഇതെന്താണ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി എന്താണ് കണ്ടന്റ് ബേസ്ഡ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിൽ എന്താണ് നമുക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദി സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ദ സെക്കൻഡ് വൺ ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഓൺലി ആസ് എ ഗവൺമെന്റ് ബിൽ. ആണോ? അല്ലല്ലോ. MLA MP മാത്രമല്ല വേറെ ആർക്കും കൊണ്ടുവരാൻ പറ്റും. ഐ മീൻ മിനിസ്റ്ററിന് മാത്രമല്ല അതർ MPസിനും കൊണ്ടുവരാൻ പറ്റും. അതാണ് എന്ത് ഗവൺമെന്റ് ബില്ലായിട്ട് മാത്രമല്ല പ്രൈവറ്റ് ബില്ലായിട്ട് എന്ത് കൊണ്ടുവരാൻ പറ്റും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ കൊണ്ടുവരാൻ പറ്റും. ഇത് കണ്ടന്റ് ആണ്. You should be knowing it. So 1 and 2 is correct. The third is if 1 and 2 is correct, what? I mean 1 and 2 is wrong. So 2 ഉള്ളത് eliminate ചെയ്യുക, 1 ഉള്ളത് eliminate ചെയ്യുക. So ഒന്നുകിൽ B അല്ലെങ്കിൽ C. So 4 is correct. The president cannot withhold his assent or return to the bill. പിന്നെ എന്താണ് അബോളിഷൻ ഓർ ക്രിയേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻ ദ സ്റ്റേറ്റ്സ് റിക്വയർ എ സ്പെഷ്യൽ മെജോറിറ്റി അണ്ടർ ആർട്ടിക്കൽ 368. സോ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ എന്ത് പഠിക്കും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യുന്ന അമെൻമെൻറ്റ് എന്തല്ല ആർട്ടിക്കൽ 368ൻ്റെ കീഴിൽ വരുന്നതല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ എന്താണ് തേർഡ് വിൽ ഓൾസോ ഗോ. സോ ദ ആൻസർ ഈസ് B 4 only. Then this is a tough question. സോ മോസ്റ്റ് പ്രോബ്ലി എന്ത് ചെയ്യുക ലീവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഒരു ചെറിയ റിസ്ക് ഉണ്ട്. നോക്കുക അഡിനോ വൈറസസ് ഹാവ് സിംഗിൾ സ്ട്രാൻഡഡ് DNA ജീനോംസ്, റെട്രോ വൈറസസ് ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ രണ്ട് ഡെഫിനിഷൻ ഇങ്ങനെ തരുന്നെങ്കിൽ എന്താണ് അത് ജംബിൾഡ് ആകാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. സെക്കൻഡ് വായിക്കുക കോമൺ കോൾഡ് ഈസ് സംടൈം കോസ്ഡ് ബൈ അഡിനോ വൈറസ് വേറസ് എയ്ഡ്സ് ഈസ് കോസ്ഡ് ബൈ എ റിട്രോ വൈറസ്. സോ മോസ്റ്റ്ലി എന്താണ് ലീവ് ചെയ്യുന്നത് ബെറ്റർ ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജംബിൾഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അഡിനോ വൈറസ് എന്താണ് ഡബിൾ സ്റ്റാൻഡേർഡും റിട്രോ വൈറസ് സിംഗിൾ സ്റ്റാൻഡേർഡും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആണ്. സോ ആൻസർ ഈസ് B. എന്താണ് 2 only. ഫസ്റ്റ് ഈസ് റോങ്. സോ ആൻസർ ഈസ് B 2 only. സോ മോസ്റ്റ്ലി ഇങ്ങനത്തെ ഡൗട്ട്ഫുൾ ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാത്തത് ലീവ് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ 18th വൺ സിമ്പിൾ ആണ്. Which among the following steps is most likely to be taken at the time of economic recession? ഒരു എക്കണോമിക് റിസഷൻ എടുക്കുമ്പോൾ ഇതിൽ ഈ പറഞ്ഞതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഏത് ഇതാണ് നമ്മൾ മോസ്റ്റ് ലൈക്ലി ടേക്കൺ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ കട്ട് ഇൻ ടാക്സ് റേറ്റ്സ് അക്കമ്പനീഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ്. കട്ട് ഇൻ ടാക്സ് റേറ്റ്സ് ഓക്കെയാണ്. ബട്ട് വാട്ട് അബൌട്ട് ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോറോയിങ് അല്ലെങ്കിൽ കടം എടുക്കുന്നത് എന്ത് ചെയ്യും കുറയും. സോ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യില്ല ഈ ഒരു ആക്ഷൻ എന്ത് ചെയ്യില്ല എടുക്കില്ല. B. Increase in expenditure in public projects can be. Increase in tax rates. ആലോചിച്ച് നോക്ക് ഒരു എക്കണോമിക് റിസഷൻ വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ടാക്സ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ നിന്നുള്ള പൈസ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ബാങ്കിലോട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിലോട്ടാണ് പോകുന്നത്. സോ ഒരു റിസഷൻ വരുന്ന ടൈമിൽ എടുക്കുന്ന സ്റ്റെപ്പ് അല്ല എന്ത് ടാക്സ് റേറ്റ് കൂട്ടുന്നത്. സോ ദിസ് വിൽ ഓൾസോ ഗോ റോങ്. ദെൻ റിഡക്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രോജക്ട്സ്. അതെന്തല്ല ഒരു പബ്ലിക് പ്രോജക്റ്റിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ചെയ്ത് എന്ത് സംഭവിക്കും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കിട്ടും. സോ ദാറ്റ് പീപ്പിളിൻ്റെ കയ്യിൽ കൂടുതൽ മണി വരും, അവരുടെ പർച്ചേസിങ് പവർ പാരിറ്റി കൂടും, അവർ കൂടുതൽ തിങ്സ് വയ്ക്കും. സോ എക്കണോമി വിൽ ബി ബൂസ്റ്റഡ്. സോ അതെന്ത് ചെയ്യില്ല ഒരിക്കലും പബ്ലിക് പ്രോജക്റ്റിലെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കില്ല. സോ വാട്ട് വിൽ ദേ ഡു ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് പ്രോജക്റ്റ്. സോ അതാണ് റൈറ്റ് ഓപ്ഷൻ. 19th question. Orang National Park lies south of Brahmaputra river. So നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ മാക്സിമം മാപ്പ് നോക്കി തന്നെ പഠിക്കുക നമ്മൾ പഠിക്കുമ്പോൾ. സോ നമുക്ക് എന്തറിയാം ഒറാങ് നാഷണൽ പാർക്ക് എവിടെയാണ് നോർത്ത് ഓഫ് ബ്രഹ്മപുത്ര റിവർ ആണ്. സോ എന്ത് ചെയ്യാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻസൽ ചെയ്യാം.
ഒറ്റ ഓപ്ഷനേ പോകുന്നുള്ളൂ. സെക്കൻഡ് വായിക്കാം. ഹൂലോ ഗിബൺ ഒക്കേഴ്സ് ഇൻ ഓൾ ഓഫ് ദ 7 states ഓഫ് ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. നമുക്കറിയത്തില്ല. ഗോ ടു തേർഡ് വൺ. ആസാം ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് രാംസർ സൈറ്റ്സ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. നമുക്കറിയാം നോർത്ത് ഈസ്റ്റിൽ പൊതുവെ എന്താണ് രാംസർ സൈറ്റിൻ്റെ നമ്പർ കുറവാണ്. അതിൽ ആസാമിൽ നമുക്കറിയാം ദീപോർബിയിലുണ്ട്. അതുപോലെ ഓരോ സ്റ്റേറ്റിലും എന്താണ് ഓരോന്ന് വീതമൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാത്തിലും ഇല്ല. ബട്ട് എന്താണ്, അപ്പോൾ ആസാം ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് രാംസർ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ എന്ത് ചെയ്യാൻ പറ്റും, തേർഡും ക്യാൻസൽ ചെയ്യാൻ പറ്റും. Then what we have, option C and option D. So automatically എന്തായി 4 കറക്റ്റായി. സോ നമുക്കിതിൻ്റെ 90% അതിനെപ്പറ്റി ഒന്നും എന്ത് ചെയ്യേണ്ട, ബോധർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സെക്കൻഡ് നോക്കുക, ഹൂലോ ഗിബൺ ഒക്കേഴ്സ് ഇൻ ഓൾ ഓഫ് ദ 7 states ഓഫ് ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയെ ഒരു കുറച്ച് സ്പേസിനാണുള്ളത്. സോ അവിടെ ഒരു ഹൂലോ ഗിബൺ ബാക്കി എല്ലായിടത്തും കാണപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്. തിങ്ക് ലൈക്ക് ദാറ്റ്. ഹൂലോ ഗിബൺ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ. അതല്ലേ ഇവിടെയും പറഞ്ഞിട്ടുള്ള ഹൂലോ ഗിബൺ ഒക്കേഴ്സ് ഇൻ ഓൾ ഓഫ് ദ 7 states ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അത് നമുക്കൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യിക്കാൻ കൊണ്ടുവന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് ഇഫ് യു തിങ്ക് ദാറ്റ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. സോ ദ ആൻസർ ഈസ് എന്താണ്, ഓപ്ഷൻ സി 2 and 4. 20th question. Other things remaining unchanged, market demand for a good might increase. ഒരു ഗുഡിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുമെന്നാണ് ചോദ്യം. പ്രൈസ് ഓഫ് ഇറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻക്രീസ്, ലീവ് ദാറ്റ്. പ്രൈസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഇൻക്രീസസ്. ഒരു ഗുഡിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോംപ്ലിമെൻ്ററി ഗുഡിൻ്റെ വില കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ഡിമാൻഡ് കൂടില്ല, കുറയും. ഫോർ എക്സാമ്പിൾ, ഈ സ്മാർട്ട് ബോർഡിൽ നമുക്ക് എന്താണ്, ഇത് നമ്മുടെ ഒരു ഗുഡാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ഈ പെന്നിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ഡിമാൻഡ് കൂടുകയാണോ, അല്ല, ഇതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ഈ ബോർഡിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. സോ എന്താണ്, പ്രൈസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഇൻക്രീസ് ചെയ്താൽ ഗുഡിൻ്റെ ഡിമാൻഡ് കൂടില്ല. സോ വി ക്യാൻ എലിമിനേറ്റ് സെക്കൻഡ് വൺ. സോ ഇഫ് യു എലിമിനേറ്റ് ദ സെക്കൻഡ് ഓപ്ഷൻ, ബി വിൽ ഗോ, ഡി വിൽ ആൾസോ ഗോ. സോ ബിയും ഡി എന്ത് ചെയ്യും, എലിമിനേറ്റ് ആവും. സോ ഒന്നുകിൽ സി അല്ലെങ്കിൽ എ. ദ ഗുഡ് ഈസ് ആൻ ഇൻഫീരിയർ ഗുഡ് ആൻഡ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻക്രീസസ്. സോ നമുക്കിതിൽ 1 ഉം 4 ഉം ഓട്ടോമാറ്റിക്കലുണ്ട്. സോ ഇനി എന്ത് ചെയ്താൽ മതി, 3യെ പറ്റി മാത്രം ബോധർ ചെയ്താൽ മതി. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ദ ഗുഡ് ഈസ് ആൻ ഇൻഫീരിയർ ഗുഡ് ആൻഡ് ദ ഇൻകം ഓഫ് കൺസ്യൂമേഴ്സ് ഇൻക്രീസസ്. സോ ഈ ഒരു പർട്ടിക്കുലർ സ്മാർട്ട് പെന്നാണ് ഗുഡ് എങ്കിൽ ഇതൊരു ഇൻഫീരിയർ ഗുഡാണ്, ഇതിന് വലിയ ക്വാളിറ്റി ഇല്ല, ചീപ്പ് മെറ്റീരിയലാണ് ഉണ്ടാക്കുന്നത്. സോ ഇതിൻ്റെ എന്താണ് പറയുന്നത്, ദ ഗുഡ് ഈസ് ആൻ ഇൻഫീരിയർ ഗുഡ് ആൻഡ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സ്. സോ ഇപ്പം നിങ്ങളാണ് കൺസ്യൂമേഴ്സ്. സോ നിങ്ങളുടെ ഇൻകം കൂടുന്നുണ്ട്. സോ നിങ്ങൾ ഈ ചീപ്പ് ഗുഡ് പിന്നെ ഇനിയും മേടിക്കുമോ, ഇല്ല. സോ എന്താണ്, ദാറ്റ് വിൽ ഓൾസോ ഗോ റോങ്. സോ ഓപ്ഷൻ എന്താണ്, എ 1 and 4. So guys, next question. With regard to ensuring the independence of the election commission, consider the following statement. So directive നോക്കുക എന്താണ്, ഇൻകറക്റ്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. The chief election commissioner and the election commissioners are appointed for a 5-year term or continue till the age of 65, whichever is earlier. നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ പഠിക്കുമ്പോൾ എന്തറിയാം, ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1 എന്താണ്, കറക്റ്റ് ആണ്. സോ 1 എന്ത് ചെയ്യാം, ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ either 2 or 3 അതാണ് ഇൻകറക്റ്റ്. The chief election commissioner and the 2 other election commissioners have equal powers and receive equal salary and allowance. അതെന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാവരും എന്താണ്, ഈക്വൽ സാലറിയും പവറും ആണ് എല്ലാ കമ്മീഷണേഴ്സും. സോ എന്താണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. സോ സെക്കൻഡ് കറക്റ്റ് ആണ്. സോ ദ ആൻസർ വിൽ ബി എന്താണ്, സി 3 only ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. Then 22nd question. The Indian government bond yields. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ബോണ്ടിനെ പറ്റിയാണ് പറയുന്നുണ്ട്. yields are influenced by which of the following? Actions of the United States Federal Reserve, actions of the Reserve Bank of India, inflation and short term interest rate. സോ നമുക്കറിയാം എന്തായാലും ബോണ്ടിന്റെ ഇത് എന്താണ്, RBIയുടെ ആക്ഷൻസ് കാരണം എന്തായാലും ചേഞ്ച് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ എന്ത് ചെയ്യുക, സെക്കൻഡ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് നോക്കുക. സോ സിയിൽ എന്തില്ല, സെക്കൻഡ് ഇല്ല, ക്യാൻസൽ ചെയ്തു. ദെൻ ഇൻഫ്ലേഷൻ ആൻഡ് ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ്. സോ ഇൻഫ്ലേഷൻ എന്തായാലും ബോണ്ടിനെ അഫക്ട് ചെയ്യുന്നു നമുക്കറിയാം. സോ എന്താണ്, തേർഡ് ഓപ്ഷനും വേണം. എന്തായി, കറക്റ്റ് ആൻസർ. നമ്മളിവിടെ ആക്ഷൻസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഫെഡറൽ റിസർവിനെ പറ്റി നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. സോ ദ ആൻസർ ഈസ് ഡി 1, 2, 3. 23rd one സിമ്പിൾ ആണ്, എക്കണോമിക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്,
the effect of devaluation. So നമ്മൾ എന്തിനാണ് ഒരു പർട്ടിക്കുലർ കൺട്രി എന്തിനാണ് കറൻസി ഡിവാലുവേറ്റ് ചെയ്യുന്നത്? ബേസിക് കൺസെപ്റ്റ് ആണ് എന്തിനാണ്? നമ്മുടെ എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടി, അല്ലെ എക്സ്പോർട്ടിന്റെ കോമ്പറ്റൻസി എന്തായാലും കൂട്ടാൻ വേണ്ടി. സോ ആ ഒരു ബേസിക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഇംപ്രൂവ്സ് ദ കോമ്പറ്റീവ്നെസ് ഓഫ് ദ ഡൊമസ്റ്റിക് എക്സ്പോർട്സ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്സ്. പ്രിറ്റി ജനറൽ സ്റ്റേറ്റ്മെന്റ്. അതും എന്താണ് ഡിവാലുവേഷൻ ചെയ്യുന്നതിന്റെ മെയിൻ എയിം എന്താണ്? അത് തന്നെയാണ്. ഇൻക്രീസസ് ദ ഫോറിൻ വാല്യൂ ഓഫ് ദ ഡൊമസ്റ്റിക് കറൻസി. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതൊരിക്കലും അതല്ല, അത് ഡിവാലുവേഷൻ അല്ല. സോ ഡിവാലുവേഷൻ എന്താണ്? ഡിക്രീസ് ആണ് ചെയ്യുന്നത്, ഒരിക്കലും എന്തല്ല ഇൻക്രീസ് ദ ഫോറിൻ വാല്യൂ ഓഫ് ദ ഡൊമസ്റ്റിക് കറൻസി വരില്ല. സോ സെക്കൻഡ് ഈസ് റോങ്. നമുക്ക് 1 only 3 only. 1 ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആണെന്ന് നമുക്ക് ആദ്യമേ എന്താണ് കൺസെപ്റ്റ് നമുക്കറിയാം. സോ ഇത് എന്താണ് 1 only. ഓക്കെ. ദെൻ 24th one ജോഗ്രഫി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Which of the following is the correct order of soils in India from the highest percentage to lowest percentage? ഇന്ത്യയിൽ എന്താണ് ഹയസ്റ്റ് പെർസെൻറ്റേജ് ടു ലോവസ്റ്റ് പെർസെൻറ്റേജ് ഉള്ള അറേഞ്ച് ചെയ്യാനാണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നോക്കുക ഹയസ്റ്റ് ടു ലോവസ്റ്റ് ആണോ. ചില സമയത്ത് എന്ത് ചെയ്യാം? ലോവസ്റ്റ് ടു ഹയസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനും തരാം. സോ ഓപ്ഷൻസ് 1 വായിക്കുക. അലൂവിയൽ സോയിൽ, ദെൻ അലൂവിയൽ സോയിൽ, അലൂവിയൽ സോയിൽ. സോ എന്താണ് നമുക്ക് അലൂവിയൽ സോയിലിനെ പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ദെൻ ഇവിടെ ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, മൗണ്ടൻ സോയിൽ. സോ മൗണ്ടൻ സോയിൽ എന്തല്ല അത്ര എമൗണ്ടിലില്ല. സോ അതെന്താണ് വി ക്യാൻ എലിമിനേറ്റ് ദാറ്റ് ഓപ്ഷൻ. പിന്നെ കൂടുതലുണ്ട് ബ്ലാക്ക് സോയിൽ ഉണ്ട്, റെഡ് സോയിൽ ഉണ്ട്, ബ്ലാക്ക് സോയിൽ ഉണ്ട്. സോ ആൻസർ ഈസ് എന്താണ്? ഇവിടെ നമുക്ക് വലിയ രീതിയിൽ നമുക്ക് എന്ത് ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ പ്രട്ടി കണ്ടന്റ് ബേസ്ഡ് ആണ്. സോ ആൻസർ ഈസ് എന്താണ്? ഓപ്ഷൻ ബി. അതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 25th one, which one of the following effects are creation of black money has the main cause of worry of the government of India? Government of India's main cause of worry. Question completely വായിക്കുക. നമ്മൾ ഇനി നോക്കും എന്താണ് ഡൈവേർഷൻ ഓഫ് റിസോഴ്സസ് ടു ദ പർച്ചേസ് ഓഫ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ലക്ഷറി ഹൗസിംഗ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ആൻഡ് പർച്ചേസ് ഓഫ് പ്രഷ്യസ് സ്റ്റോൺസ്, ജവലറി, ഗോൾഡ് എക്സെട്ര, ലാർജ് ഡൊണേഷൻസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഗ്രോത്ത് ഓഫ് റീജിയണലിസം, ലോസ് ഓഫ് റവന്യൂ ടു ദ സ്റ്റേറ്റ് എക്സെട്ര ഡ്യൂ ടു ടാക്സ് ഇവേഷൻ. സോ ഇതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മെയിൻ വറി, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വറി ഏതാണെന്ന് ചെക്ക് ചെയ്താൽ മതി. റിയൽ എസ്റ്റേറ്റിലും ലക്ഷറി ഹൗസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ എമൗണ്ട്, അതത്ര വറിയാകണോ നോക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഇൻ അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, ജവലറി, ഗോൾഡ്, പ്രഷ്യസ് സ്റ്റോൺ എന്ത് ചെയ്യുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ലാർജ് ഡൊണേഷൻസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഗ്രോത്ത് ഓഫ് റീജിയണലിസം. ദെൻ ലാസ്റ്റ് വൺ ലോസ് ഓഫ് റവന്യൂ ടു ദ സ്റ്റേറ്റ് എക്സെപ്റ്റ് ഡ്യൂ ടു ടാക്സ് ഇവേഷൻ. സോ ഇത് എല്ലാം കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഒരു വെയിറ്റേജ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വറി ആകുന്നുള്ളൊരു ഓപ്ഷൻ ഏത് തന്നെയാണ്? ഡി ആണ്. ലോസ് ഓഫ് റവന്യൂ ടു ദ സ്റ്റേറ്റ് എക്സെപ്റ്റർ ഡ്യൂ ടു ടാക്സ് ഇവേഷൻ കാരണം ഗവൺമെൻറ്റിന് ലോസ് ആകുന്ന എമൗണ്ട്, അതാണ് എന്ത് ഏറ്റവും കൂടുതൽ വറി ആകുന്ന ഇത്രയും ഓപ്ഷൻസിൽ. സോ അതെന്ത് ചെയ്യുക, ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, തിങ്ക് ചെയ്ത് ആൻസേഴ്സിലോട്ട് എത്തുക. ഓക്കെ.